കഴിഞ്ഞ 80 ദിവസം നമ്മളെല്ലാ രാത്രികളിലും, അതായത് മാർച്ച് 15-ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ എല്ലാ രാത്രികളിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മീറ്റ് ദി എഡിറ്റേഴ്സ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയം എങ്ങോട്ട് എന്ന വിഷയമാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ വിഷയമെടുത്ത് തർക്കിച്ചുകൊണ്ടിരുന്നു. ഇഴകീറി എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് പരസ്പരം വാഗ്വാദങ്ങൾ ഉയർത്തിയിരുന്നു, വസ്തുതകൾ വിളിച്ചു പറയാൻ ശ്രമിച്ചിരുന്നു, സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 80 ദിവസം നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഓരോ നൂക്ക് ആൻഡ് കോർണറിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച്, ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച്, ഇന്ത്യയിലെ മതേതര വിശ്വാസികളെക്കുറിച്ച്, ഇന്ത്യൻ ജനതയെക്കുറിച്ച് അഭിമാനം തോന്നുന്നൊരു ദിവസമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം രാജ്യത്ത് ഒരു പ്രതിപക്ഷമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഏതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെയും ശക്തി എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരല്ല, മറിച്ച് ഭരിക്കുന്ന സർക്കാരിനെ ഏത് നിമിഷവും ചെക്ക് ചെയ്യുന്ന ശക്തമായ പ്രതിപക്ഷമാണ്. ശക്തമായ പ്രതിപക്ഷമുള്ളപ്പോൾ മാത്രമാണ് ഒരു രാജ്യത്ത് ജനാധിപത്യം പുലരുക. 2014 അങ്ങനെ ഒരു പ്രതിപക്ഷമുണ്ടായിരുന്നില്ല, 2019 അങ്ങനെ ഒരു പ്രതിപക്ഷമുണ്ടായിരുന്നില്ല, 2014-ലും 2019-ലും പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന ഒരു സർക്കാരും ഉണ്ടായിരുന്നില്ല. 2024-ൽ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമായിരിക്കുന്നു, ഈ രാജ്യത്ത് ഒരു ഫോർമിഡബിൾ ഒപ്പോസിഷൻ ഉണ്ടാവേണ്ടതുണ്ട്, ഭരണാധികാരികളെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? എല്ലാ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് 140-150 MP-മാരെയാണ് അവസാന പാർലമെൻറ്റ് സെഷനിൽ നിന്ന് ഈ സർക്കാർ പുറത്തേക്ക് അയച്ചത്. പലരെയും പിടിച്ച് ജയിലിലിട്ടു, പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഫ്രീസ് ചെയ്തു. ഇങ്ങനെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഉത്തമമായി ബോധ്യപ്പെട്ട ഇന്ത്യൻ ജനത ഒരു വെർഡിക്റ്റ് നൽകിയിരിക്കുന്നു. ആ വെർഡിക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരു സിംഗിൾ പാർട്ടി മെജോറിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കുമില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി അവകാശപ്പെട്ടത് 400 സീറ്റുമായി വീണ്ടും അധികാരത്തിലേക്ക് വരും എന്നാണെങ്കിൽ ഇന്ത്യ വിധി എഴുതിയിരിക്കുന്നു നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, കഷ്ടിച്ച് NDA കഴിച്ചുകൂട്ടിയിരിക്കുന്നു, തടി കൈച്ചിലാക്കിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നോക്കൂ, എല്ലാ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മോദി വിരുദ്ധ തരംഗമുണ്ടായിരുന്നു, ശക്തമായ BJP വിരുദ്ധ തരംഗമുണ്ടായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. 294 സീറ്റിലേക്കാണ് NDA ചുരുങ്ങിപ്പോയിരിക്കുന്നത്. 400-ലെത്തിയില്ല, 300 കടക്കുകയുമില്ല. അങ്ങനെ 294-ലേക്ക് NDA എത്തുന്നു, 242 സീറ്റിലേക്ക് BJP എത്തുന്നു. ഇതൊരു ശക്തമായ താക്കീതാണ്. ഇന്ത്യൻ ജനാധിപത്യം വിജയിച്ച ദിവസമാണ്. ഈ കഴിഞ്ഞ 80 ദിവസം മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഓരോ എഡിറ്റർമാരും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ രാജ്യത്തെ വസ്തുതകളാണ്. ആ വസ്തുതകൾ ശരിയായിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാം.